കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല രീതിയിൽ ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഓൺടർപ്രണർഷിപ്പ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ഒരു ട്രെൻഡാണെന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒരു ട്രെൻഡാണ്. ബിസിനസ് നമ്മളെ ബ്ലഡിൽ മലബാറിലെ ആളുകൾക്ക് അത് നമ്മളുടെ ആക്ച്വലി ഇറ്റ്സ് ഇൻ അവർ ഡി എൻ ഉണ്ട് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളത്. നമുക്ക് ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പി മെട്രോ വില്ലേജിൻ്റെ അകത്ത്. നമ്മളൊരു ഇതേമാതിരി DJ ബൈക്ക് സ്റ്റണ്ടിങ്ങും പരിപാടിയൊക്കെ കുറച്ച് പയ്യന്മാർ വന്ന് സ്ഥലം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു. അടിപൊളിയായിട്ട് അത് ഹോസ്റ്റ് ചെയ്ത് പോയി. മോഹൻലാൽ എല്ലാവർക്കും അറിയാലോ, ഒരു ഇനി കൊമേഴ്സാണ് ആ ലോകം എന്ന് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. കച്ചവടക്കാരനല്ലാത്ത ഒരാളെ മലപ്പുറത്ത് കണ്ടെത്താനോ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ടെത്താനോ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ കണ്ടെത്താനോ ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റേ തള്ളി മറിക്കാനുള്ള കുറേ കണ്ടന്റുള്ള സംഗതിയാണ്. നമ്മളെ വാപ്പ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാൻ തള്ളാന്ന് പറയും, കാരണം വാപ്പ കാണിക്കാൻ പ്രൂഫില്ല. ബിസിനസ്സുകാരുടെ ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ബിസിനസ് വിജയിക്കണമെങ്കിലും അതിന് മാർക്കറ്റിംഗ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈവൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരു യോങ് ഓൺട്രപ്രണർ, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ജേണി അല്ലെങ്കിൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ കമ്പനികൾ, ഇവൻ IPOയിൽ വരെ പോയ കമ്പനികളുടെ പിന്നിലുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇവൻറ്റുകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അങ്ങനെ വലിയൊരു ക്യാമറയിലൊന്നും നിങ്ങൾ ചിലപ്പം പബ്ലിക്കിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്. എക്സ്പ്രസോ ഗ്ലോബൽ, ഒരുപാട് ആളുകൾ ആ ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവും. എക്സ്പ്രസോ ഗ്ലോബലിൻ്റെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസി ആൻഡ് ഇവൻറ്റ്സ് ഇപ്പം ഇന്ത്യയിലുണ്ട്. ഇപ്പം ഓൾറെഡി ഇനിയിപ്പം യൂറോപ്പിലേക്കും അതുപോലെ തന്നെ GCCയിലൊക്കെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമേർജിംഗ് ആയിട്ടുള്ളൊരു ഏജൻസി കൂടിയാണ്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആയ അഫ്താബ് ഷൗക്കത്താണ് നമ്മുടെ ഫർഹാൻ അക്തർ ഷോയിൽ ഗസ്റ്റ് ആയിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ അഫ്താബ് ഷൗക്കത്ത്. ഇറ്റ്സ് ബീൻ എ പ്രിവിലേജ് ടു ബി ഹിയർ. എന്താ പറയുക, ഫർഹാൻ അങ്ങനെ ഷോസ് കാണാറുണ്ട്. അപ്പം എന്താ പറയുക, ഫർഹാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അതോടെ ഐ കം ഡൗൺ ടോക്ക് ടു യു. അല്ല, നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഒരുപാട് ഇൻസൈറ്റ്സ്, ഒരുപാട് യങ് ആയിട്ടുള്ള, ഇപ്പം ഓൺടർപ്രണർഷിപ്പ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ഒരു ട്രെൻഡാണെന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒരു ട്രെൻഡാണ്. പക്ഷേ ഇതിൽ ആളുകൾക്ക് ഇവരുടെയൊക്കെ ലെസൺ എന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ MBA പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അറിവ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ആൾക്കാരുടെ ഇൻസൈറ്റ്സ്, എക്സ്പീരിയൻസ് ഒരുപാട് ആളുകൾക്കുള്ള എന്താണ് പറയുക ഒരു ടേണിംഗ് ആണ്. സോ നമ്മൾ നിങ്ങളെ ഇവിടെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടണം. ഡെഫിനറ്റ്ലി നമ്മൾ എവിടെയാണെങ്കിലും ലൈക്ക് നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എനിവേ നമ്മൾ സ്ട്രേഞ്ചറെ മീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മളെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. ബിക്കോസ് ആ എക്സ്പീരിയൻസ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാന്ന് വരുത്തണം അല്ലെങ്കിൽ മാറണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കീപ് ടോക്കിംഗ്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പയ്യൻ എനിബഡി ആര് വന്നു കഴിഞ്ഞാലും നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. പലപ്പോഴും ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആളുകൾ ഇയേഴ്സ് ആഫ്റ്റർ പറയും നിങ്ങളന്ന് പറഞ്ഞ സാധനം വർക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം കിട്ടുന്ന സംഗതിയാണ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈഫ്. തീർച്ചയായും. കാരണം ഇതിൽ നിന്നാണ് പലർക്കും, കാരണം ഏതൊരാളായിരുന്നു നമ്മളിരുന്ന് പറ്റിയ ഫെയിലിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിച്ചൊരു ഫേസ് ആയിരിക്കും, അതിന് ചലഞ്ചസ് ആയിരിക്കും. എനിക്കൊന്ന് അതിൽ മലബാറിൻ്റെ ഒരു ബിസിനസ് കൾച്ചറിൽ ഇത് കുറച്ചുകൂടിയും അലൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ബിസിനസ്സുകാരാണെങ്കിലും പ്രത്യേകിച്ചിട്ട് ഈ മലബാർ ചില ആൾക്കാർ ഒബ്വിയസ്ലി ഇങ്ങനെ ഇൻസൈറ്റും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാണിക്കാറുണ്ട്. നാളത്തെ ഒരു തലമുറക്ക് അതൊന്ന് നമുക്ക് പറ്റിയൊരു പ്രോബ്ലംസും ചലഞ്ചസും ഒന്നും ഉണ്ടാവരുന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവാറുണ്ട്. ഞാൻ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ സക്സസും കണ്ടിട്ടുണ്ട്, കുറേ ഫെയിലിയേഴ്സും കണ്ടിട്ടുണ്ട്. അത് ഏർലി ഇയേഴ്സിൽ തന്നെ പിന്നെ ആ ഒരു എന്താ പറയുക രണ്ടും ഈക്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അത് നമ്മൾ ഓപ്പണായിട്ട് ഷെയർ പലപ്പോഴും ആൾക്കാർ നമ്മൾ കാണുന്നത് സക്സസ് സ്റ്റോറീസ് മാത്രം ഷെയർ ചെയ്യുന്നത്. അപ്പം അവിടെ ആക്ച്വലി അതിൻ്റെ അടുത്ത് ഫെയിലിയേഴ്സും അതിലുണ്ടായിരുന്ന അപ്സ് ആൻഡ് ഡൗൺസും ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത് എവ്രി വൺ ഈസ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ്, എവ്രി വൺ ഈസ് ഇൻ ടു ബിസിനസ്, എവ്രി വൺ തിങ്. എല്ലാവരും വിചാരിക്കുന്നത് ഒരു ബെഡ് ഓഫ് റോസസ് ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിൽ കുറേ റിസ്ക് ഉണ്ട്, കുറേ ഹാർഡ് വർക്ക് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു മലബാറിലെ ഓൺടർപ്രണേഴ്സ് ഇസ് ഓൾവേസ് ഓപ്പൺ ടു ഷെയർ ലോട്ട്സ് ഓഫ് നമ്മളെല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡിയാണ്. അപ്പം അത്
എന്തായാലും വരും ജനറേഷൻസിനെ അല്ല അതിന്റെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് ഇപ്പം കോഴിക്കോടും മലപ്പുറത്തൊക്കെ അത് കാണാനുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം നാട്ടിലേക്ക് വരുമ്പോൾ ഇപ്പം എസ്പെഷ്യലി ഇപ്പം നാട്ടിൽ ഒരുപാട് ഇപ്പം ഇവിടെ ദുബായിൽ പോലും ഇപ്പം എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ്സ് നടക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ യാദൃശ്ചികമായിട്ട് എറണാകുളത്ത് കൊച്ചിയിൽ ഞാൻ നാട്ടിലുണ്ട സമയത്തായിരുന്നു നിങ്ങളുടെ മണി കോൺക്ലേവിൽ വന്നത്. ഇറ്റ്സ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ഞങ്ങളിങ്ങനെ വിചാരിക്കാറുണ്ട്, അന്ന് ഞങ്ങളൊരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇവൻ ദുബായിൽ പോലും ഇത്രയും വലിയൊരു ഇവൻറ്റ്സ് ഒന്നും ഒരു മലയാളി കമ്മ്യൂണിറ്റി, മലയാളി ക്രൗഡ് ഇത്രയും ഗസ്റ്റ് വരുന്ന, ഇത്രയും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്ന ഇവൻറ്റ്സ് ഒക്കെ മലബാറിലും അല്ലെങ്കിൽ ഇവൻ കേരളത്തിലൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മള് നിങ്ങൾ മണി കോൺക്ലേവ് പറഞ്ഞോളൂ. മണി കോൺക്ലേവ് വാസ് എന്താ പറയാ, ഒരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്സ്, ഇന്ത്യസ് ഫസ്റ്റ് വെൽത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ്. ആർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ഇൻവെസ്റ്റ് ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടും യു ക്യാൻ ക്രിയേറ്റ് എ വെൽത്ത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിൻ്റെ എല്ലാ ഇൻസൈറ്റ്സും വെച്ചിട്ടാണ് നമ്മൾ ആ ഇവന്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഇറ്റ് വാസ് എ ഹ്യൂജ് ക്ലിക്ക്. അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അതിൽ വന്ന സ്പീക്കേഴ്സ്, നിങ്ങൾ മേ ബി നിങ്ങളന്ന് സ്പീക്കർ പാനൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗൂഗിൾ ഇന്ത്യൻ്റെ റിയൽ എസ്റ്റേറ്റ് ഹെഡ് ഗണേഷ് പരമേശ്വരൻ, അതുപോലെ തന്നെ ടാറ്റൻ്റെ MD, ടാറ്റ റിയൽറ്റേഴ്സിൻ്റെ MD, അങ്ങനെ വി ഹാഡ് പിന്നെ ലിസി ചാപ്മാൻ, അങ്ങനെ കുറെ വി ഹാവ് ഗോട്ട് ഇന്റർനാഷണൽ സ്പീക്കേഴ്സ്, നാഷണൽ സ്പീക്കേഴ്സ്. അപ്പോൾ നമ്മൾ പൊതുവേ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവന്റുകൾക്ക് ഒരു സ്ഥിരം സ്പീക്കേഴ്സ് ഉണ്ട്. നമ്മളത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ആ ഹാളിൻ്റെ അകത്ത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ, ഈവൻ ലഞ്ച് ബ്രേക്കിന് വരെ സീറ്റ് വാസ് എന്താ പറയുക, ഒരു പാക്ട്, പിന്നുകുത്താണ് അവിടെ അല്ലാത്ത രീതിയിലായിരുന്നു അവിടെ വെന്യൂ. അപ്പൊ ദാറ്റ് മീൻസ് അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ആളുകൾക്ക് കുറെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിച്ച് ഡെക്കും അതുപോലെ തന്നെ ഇവൻ എനിക്ക് തോന്നുന്നു ഫുൽവ നമ്മൾ അതിലൊരു ഐഡിയ വർക്ക്ഔട്ട് ചെയ്തെന്താ വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇവനും ഈ കോൺസെപ്റ്റ് കൺസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കൺട്രീസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല എക്സ്പോസും കണ്ട് അതിന്നൊക്കെ ഇങ്ങനെ ബെനിഫിറ്റ്സ് എടുത്ത്, അല്ലെങ്കിൽ അതിന്നൊക്കെ കുറച്ച് എലമെന്റ്സ് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിനൊരു കസ്റ്റമൈസബിൾ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത്. അപ്പം അതിൻ്റെ കൂടെയാണ് ഈ സ്റ്റാർട്ടപ്പ്. കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ട്, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടില്ല. അപ്പോൾ ഇതിൽ ഇവർക്ക് പിച്ച് ചെയ്യാനൊരു അവസരം. നമ്മൾ ഏകദേശം അതൊരു പിന്നെ അനൗൺസ് ചെയ്ത് വന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബിയും ഫാരിക്കും. സോ അബി ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കുറെ ഇൻവെസ്റ്റ്മെന്റ്സിലും കാര്യങ്ങൾക്കും കുറെ കമ്പനീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അബി. അപ്പം ഫാരിക്ക് ഓൾറെഡി എന്താ പറയുക നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പം ഇവർക്ക് ദേ ഹാഡ് ലോട്ട്സ് ഓഫ് കണക്ട് അക്രോസ് ഇന്ത്യ. അപ്പം അവർ ആണ് ഈ കോൺസെപ്റ്റ് നമ്മളെടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഏകദേശം ഒരു 350 ഐഡിയ കിട്ടി. ആ 350 നിന്ന് നമ്മൾ 10 ഐഡിയാസ് സോർട്ട് ഔട്ട് ചെയ്ത് ആ 10 ഐഡിയാസ് ഈവനിങ് വെരി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷൻ അറൌണ്ട് 100 VCs, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ഒരു 4-5 പേര് ജഡ്ജിങ് പാനൽ, പ്ലസ് ഓണ്ടർപ്രണേഴ്സ്, മേ ബി ഒരു 1 to 50 crores ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ഓണ്ടർപ്രണേഴ്സ്. അപ്പോൾ ഈ 100-150 പേരുടെ മുമ്പിലാണ് ഈ 10 പേര് ഐഡിയ പിച്ച് ചെയ്ത്. അവർക്ക് ആക്ച്വലി ആ ഐഡിയ കേൾക്കുമ്പോൾ ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ഇടാൻ, ആക്ച്വലി നമ്മൾ മറ്റേ ഷാർക്ക് ടാങ്കിലും ഒക്കെ കാണുന്ന പോലെ, ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ കാണുന്ന പോലെ ഈ കാണുന്ന ഓഡിയൻസിനും ഒരു 50% വെയിറ്റേജും ജഡ്ജസിന് 50% വെയിറ്റേജ്, ഇങ്ങനെ 2 പേരെ കൂടിയും കൂട്ടിയിട്ട്. സോ അതെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുൾവർക്കും അതുപോലെ വൺകിരാന ഇവരെ നമ്മൾ ഫ്രീ ഇക്വിറ്റി, നമ്മൾ ഇക്വിറ്റി ഒന്നുമില്ല, ഫ്രീ ഒരു $10,000 ഗ്രാൻഡാ കൊടുത്തു. പക്ഷേ അതൊരു ഭയങ്കര എൻകറേജിങ് ആണ്. കാരണം സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു റെക്കഗ്നൈസേഷൻ ആണ്. കാരണം പലപ്പോഴും മുന്നേ എല്ലാവരും പറയും ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യും. അങ്ങനെയൊക്കെ ബ്ലെയിം ചെയ്യുന്ന എടുത്തുന്ന ആൾക്കാർ ഒക്കെ they are coming for an initiative. ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവിൽ വരും. ബിക്കോസ് ആ ഫുൾവ ആക്ച്വലി എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ മനോരമന്റെ ഇവന്റിൽ പിച്ച് ചെയ്തു, ദേ ഹാവ് ഗോട്ട് ദ ഫണ്ടിങ്. അതിനുശേഷം വൺകിരാനക്കും ഫണ്ടിങ് കിട്ടി. അപ്പം മനസ്സിലായത് നമ്മളുടെ പ്രോസസ് വാസ് അമേസിങ്. കാരണം നമ്മൾ ആ 350 പേരെടുത്ത് അതിന്ന് 100 പേരെ സെലക്ട് ചെയ്ത് അതിന്ന് 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിന്റെ വി ഹാഡ് അമേസിങ് പാനൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് അതിന്ന് എടുത്ത് 2 ആളുകൾക്കും ഫണ്ടിങ് നെക്സ്റ്റ് സ്റ്റേജിൽ കിട്ടി എന്ന് പറയുമ്പോൾ ദാറ്റ് മേക്സ് എ ക്വാളിറ്റി ഓഫ് ദ നമ്മളുടെ എന്താ പറയുക സക്സസ് ആണ്. ദാറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ബിക്കോസ് വി ഡോണ്ട് എനി ഇക്വിറ്റി ഒന്നും അതിൽ ഓൺ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ആ കൊടുത്ത ഗ്രാൻഡ് വാസ് ടു ദ റൈറ്റ് പീപ്പിൾ. ഈ ഒരു പ്ലാറ്റ്ഫോമും ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യും. ഇപ്പം അഫ്താബിനെ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് കൊണ്ട്, സോ യു ഗൈസ് ആർ സ്റ്റാർട്ട് ലൈക്ക് ലോങ് ടൈം ബാക്ക്. ഇത് ഇന്ന് കാണുന്ന ഇപ്പം ഇന്ന് പല സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ ട്രെൻഡൊക്കെ വരുന്നതിന് മുന്നേ യു ഗൈസ് ആർ സ്റ്റാർട്ടഡ്. എനിക്ക് തോന്നുന്നത് 2014 അതൊരു 2014 ബിക്കോസ് അത് ആക്ച്വലി
ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കെന്നും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സക്സസ് ആവുക, അത് ഭയങ്കര സന്തോഷം കിട്ടുന്ന സാധനമാണ്. കാരണം ഒന്നുമില്ല, നമ്മൾ ഫെലോ ഇപ്പം പറയാന് നാളെ ഒരു $1 ബില്യൺ ബിസിനസ് മാൻ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം തരുന്ന ആളാണ്. നമ്മളെ നാട്ടിലെ ബ്രാൻഡുകൾ ഗ്ലോബലി പോയി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന സംഭവം. അപ്പം ആക്ച്വലി എന്ന് വെച്ചാൽ അത് 2014 അങ്ങനത്തെ ഒരു ഇവന്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യും. ഞാനന്ന് ബെഞ്ച് നമുക്ക് സ്കൂളുണ്ട്, ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ CEO ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേമാതിരി ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോയതാണ്. ഒരു എസ് എന്ന് പറഞ്ഞാൽ യങ് ഓണ്ടർപ്രണേഴ്സ് സമ്മിറ്റ് ഗവൺമെന്റ് നടത്തുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മലബാറിൽ, കാരണം ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഫണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ബ്ലഡിൽ മലബാറിലെ ആളുകൾക്ക് അത് നമ്മളുടെ ആക്ച്വലി ഇറ്റ്സ് ഇൻ അവർ DNA ഉണ്ട് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള സാധനം. അപ്പം പണ്ട് തമാശയ്ക്ക് നമ്മൾ പറയുന്ന നാട്ടിലൊരാളെ ആരെടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും കച്ചവടക്കാരനല്ലാത്ത ഒരാളെ മലപ്പുറത്ത് കണ്ടെത്താനോ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ടെത്താനോ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ കണ്ടെത്താനോ ബുദ്ധിമുട്ട്. എന്ത് പറയുമ്പോൾ കൂട്ടത്തിലൊരു വണ്ടി കച്ചവടം ഇല്ലാതെ ഒരു ആളുകളില്ല. അപ്പം ഈ ഇവന്റിന് പോയ സമയത്ത് കണ്ട സമയത്ത് ഐ വാസ് ലൈക്ക്, സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ നടക്കണം എന്നാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ മനസ്സിലായി ഇത് കണ്ടപ്പം ഞാൻ നേരെ കുഞ്ഞാലി സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മൾ അങ്ങനത്തെ ഒരു ഇവന്റ്, അത് കൊച്ചി CL കൺവെൻഷൻ സെന്ററിലാണ് നടത്തുന്നത്, നമുക്ക് ഇതുപോലത്തെ ഒരു ഇവന്റ് മലബാറിൽ മസ്റ്റാണ്, എന്തായാലും നടത്തണം, എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ സഹായം ചെയ്യുന്നു. KBJ IAS കലക്ടറായിരുന്നു മലപ്പുറത്ത്. അപ്പോൾ മൂപ്പര് അദ്ദേഹത്തിൻ്റെ മോൻ നമ്മൾ സ്കൂളിലാണ് പഠിക്കുന്നത്. വി ഹാഡ് എ ഗുഡ് റാപ്പോ. അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് മൊത്തത്തിൽ എക്സിക്യൂട്ട് ചെയ്ത് ഒരു 1.5 മാസം കൊണ്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മലബാറിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫസ്റ്റ് എവർ ഒരു ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റ് ദിസ് സ്കെയിൽ. നമുക്ക് 2 ദിവസം നടക്കുന്ന ഇഷ്ടംമാതിരി പാനൽ ഡിസ്കഷൻ. അന്ന് വിളിച്ച എല്ലാവരും, അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പം നമ്മൾ ആക്ച്വലി ഇപ്പം നമുക്ക് അറിയുമ്പോൾ നുവൈസ്ക വൺ ഓഫ് സ്പീക്കർ ആയിരുന്നു, നമ്മളെ പോപ്പീസിന് ഷാജു വൺ ഓഫ് സ്പീക്കർ ആയിരുന്നു, മലബാർ നിങ്ങൾക്ക് നിഷാദ് ക വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ പ്രണവ് വന്നിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഇതുപോലെ ഡിഫറെന്റ്. ബി സ്കൂളിലെ ഫൈസൽ സാർ എപ്പോഴും പറയുന്ന സാധനം, ഞാൻ ഫസ്റ്റ് എവർ എന്റെ പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്ന സാധനമായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് ഫൈസൽ സാർ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന്, എല്ലാ ക്ലാസ്സിൽ പോകുമ്പോഴും പറയും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന അഫ്തുവാണ്. സോ ഫൈസൽ സാർ ഫസ്റ്റ് ആയിട്ട് ഒരു പബ്ലിക്കിൽ വന്ന് സംസാരിച്ച സാധനം. അവരൊക്കെ ആ തുടക്കത്തിന്റെ ഒരു എന്താ പറയാ ഇമ്പാക്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഫറാന്റെ ഷോയിൽ വന്ന് നൂറുക്ക വരെ ഇവൻ മലയാളി കമ്മ്യൂണിറ്റിന്റെ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ. ബി സ്കൂള് സൗദിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പം അടുത്തുള്ള ഖത്തറിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു ഔട്ട്പുട്ടാണ് ഇന്ന് ബിസിനസ്സുകാർ. അത് മാത്രമല്ല, ബി സ്കൂളും അല്ലെങ്കിൽ ഇതേപോലത്തെ ഓൺടർപ്രണേഴ്സ് വരുമ്പം സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അല്ല, അതിപ്പോഴും ഹാർഡ് ഓഫ് പിന്നെ മലബാർ എന്നുള്ളതാണ് വൈസ് സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ആ ഇവന്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൺ മോർ തിങ്, അന്ന് ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇത് നമ്മളെ നാട്ടിന് ഭയങ്കര ആവശ്യം തോന്നി. ഈ പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ സ്ഥലത്ത് നമുക്ക് ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. PR മെട്രോ വില്ലേജിൻ്റെ അകത്ത് നമ്മളൊരു ഇതേമാതിരി DJ ബൈക്ക് സ്റ്റണ്ടിങ്ങും പരിപാടിയൊക്കെ കുറച്ച് പയ്യന്മാർ വന്ന് സ്ഥലം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു. അടിപൊളിയായിട്ട് അത് ഹോസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് ഒരു ബത്തൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കൊച്ചിയിൽ ഈ പരിപാടി കണ്ട് തിരിച്ചു തുടങ്ങുക. അപ്പം അവൻ്റെ അടുത്ത് കുറേ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കും. എനിക്ക് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സത്യം പറഞ്ഞു നമ്മളന്ന് സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് നമ്മളന്ന് വാട്ടർ തീം പാർക്ക് അങ്ങനെ നമ്മളുടെ ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പയ്യന്മാരുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ആക്ച്വലി ഇവൻ വന്ന് ചോദിച്ചു, ഇങ്ങനെ റോഡ് സൈഡിലെ വണ്ടി നിർത്തി ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കുറേ സ്റ്റാർട്ടപ്പ് ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടുന്ന് പൈസ കിട്ടുക എന്താ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു പെയിനാണ്. കാരണം അഡ്രസ് ചെയ്യണം, ആരെങ്കിലും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ലാതെ 0 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരെ പോയി കുഞ്ഞാൽ സാഹിബിനെ കണ്ട്, അതുപോലെ തന്നെ കലക്ടറെ കണ്ട് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തു. ടീം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാജ്, ഗിരീഷ്, അതുപോലെ തന്നെ ജെനീസ്, നമുക്ക് പിന്നെ എനിക്ക് ദീന എന്ന് പറഞ്ഞിട്ടൊരു ലേഡി, ആ പരിപാടിക്ക് പങ്കെടുത്തു. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടിപ്പിടിച്ച് നമ്മളൊരു ഒരു ടീമിനെ ബിൽഡ് ചെയ്തു. എൻ്റെ സ്കൂളിലെ ടീം സ്റ്റാഫും ഫ്രണ്ട്സും പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ പോസിറ്റീവ് സർക്കിൾ ടീം, പിന്നെ 99 അങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസ് എല്ലാവരും കൂടി നമ്മളെ കൂടെ കൂടിയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം ഇവിടെ പോയി കഴിഞ്ഞ ഒരു സെഷൻ ഇങ്ങനെ കേട്ടിരിക്കും, ആൾക്കാർക്ക് ഇത് ആരെ കണക്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ പ്രണവിനോട് സ്റ്റാർട്ടപ്പിലിനെ CEO പ്രണവിനോട് പറഞ്ഞ് നമ്മൾ കമ്പനീസിനെ ഫുൾ ഫ്രീ ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, സ്റ്റാളൊക്കെ ഫ്രീ ആയിട്ട് തരാം. 80 കമ്പനിയായിട്ട് സ്റ്റാർട്ടപ്പിൽ എനിക്ക് 40-50 കമ്പനീസിനെ നമ്മൾ മഞ്ചേരിയിലേക്ക് ടൂറിസ്റ്റ് ബസ്
ഇവിടേക്ക് കൊച്ചിയിലേക്ക് വിട്ട് ആൾക്കാരെ കയറ്റി വന്ന് അവർ സ്റ്റോൾ ഇട്ട് 2 ദിവസം അവിടെ നിന്നു. സോ കുട്ടികൾക്കൊക്കെ ഇന്ററാക്ട് ചെയ്യുക, നിങ്ങൾ എങ്ങനെ തുടങ്ങി, സോ ദേ ക്യാൻ കണക്ട് ഈച്ച് അതർ. സോ അതൊരു ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമാറ്റിൽ നമുക്കത് പലപ്പോഴും സ്കെയിലപ്പ് പെരുന്നമ്മളെ സംബന്ധിച്ചപ്പം ഇതിൽ കുറേ നമ്മളെ ഇൻസൈറ്റ്സ് ഇൻപുട്സ് എടുത്തിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് കുറേ ആളുകൾ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ സ്റ്റാർട്ടപ്പ് ME എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലെ നമ്പർ സേവ് ചെയ്യും. ജെസ്സിയിലുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സോറി സ്കെയിലപ്പിന്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ഈ ഇവന്റിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ നമ്പർ എന്തോ ചോദിച്ചപ്പോൾ സേവ് ചെയ്ത് വെച്ചാൽ 10 കൊല്ലം 12 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിക്കുമ്പോൾ ഈ നമ്പർ എൻ്റെ ഫോണിൽ സേവ്ഡാ. അപ്പൊ അന്നത്തെ ഞാൻ എഴുതിയ സ്റ്റാർട്ടപ്പ് ME എന്ന് അങ്ങനെ എന്തോ ഒരു നമ്പർ സേവ് ചെയ്തത്. അപ്പൊ നമ്മൾ അന്ന് ചെയ്യുന്ന എൻഡ് ഓഫ് ദ ഡേ ആ എഫേർട്ട് അതിന്റെ റിസൾട്ട് അത് ഒരു മനുഷ്യൻ കാണുന്നുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു റിയലൈസ്ഡ് മൊമെന്റ്. കാരണം അന്ന് തുടങ്ങിയതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതായത് നമ്മൾ തുടങ്ങി കൊടുത്താൽ അടുത്ത ജനറേഷൻ അത് ഏറ്റെടുക്കും. ഇപ്പം നമ്മളൊക്കെ കാലം കഴിഞ്ഞു പോയാലും ഇതുപോലുള്ള ആളുകൾ ഇത് ചെയ്യുമ്പം കിട്ടുന്നൊരു സന്തോഷം. കാരണം എൻഡ് ഓഫ് ദ ഡേ ഓരോ ഓൺട്രപ്രണർ ഓരോ പെയിൻ പോയിന്റ് ആണല്ലോ മാർക്കറ്റിൽ ഒരു പെയിൻ അതുവരെ സോൾവ് ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ് അത് എംപ്ലോയീസ് ആയിട്ടാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും ഒക്കെ കിട്ടുന്നു എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളത്തിൽ ഒരുപാട് ഓൺ കപ്പാസിറ്റി ഇപ്പം നമുക്ക് പറയാം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ അംബിക വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഷോപ്പ് ഡോക്കിൻ്റെ CEO ഷിയാബ്ക്ക് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് നമ്മളായിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെയൊക്കെ ഇൻസൈറ്റ് കിട്ടുമ്പം ഈവൻ ദോ എനിക്കൊന്ന് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പം ഉണ്ട്. ഇപ്പം മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിലെ ബിസിനസ് പ്രവാസികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് ഉള്ളതും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇവരാണ്. പക്ഷെ ഇവരും പിന്നെ കേരളത്തിൽ എന്താ നടക്കുന്നുള്ള കൃത്യമായിട്ട് അറിയുന്നില്ല. അതിനൊരു ചാനൽ, ഒരു പ്രോപ്പർ ചാനലൊന്നും ഇല്ല. ചെറിയൊരു ഇത്തരം കോൺക്ലേവുകളും ബിസിനസ് മീറ്റുകളും തന്നെയാണുള്ളൂ. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ഇവന്റ് നടന്നിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ. അപ്പം ഞാൻ മനസ്സിലാക്കുക 6000-ലധികം കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ചെയ്യാൻ ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും തയ്യാറാണ്. പക്ഷെ ഇപ്പോഴും ചെറിയ ഭയമുണ്ട്. കേരളത്തിൽ ഇപ്പം എസ്പെഷ്യലി ദുബായിലൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ പൊളിറ്റിക്കലി ഒരു അൺസർട്ടനിറ്റിയോ ഇങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷൻ. ഇവരോടൊക്കെ എന്താണ് അഫ്താബൊക്കെ പറയാനുള്ളത്? അല്ല, അത് ബിസിനസ് ലോകത്ത് എവിടെ ചെയ്ത് എൻ്റെ ലൈഫിന് ഒരു 15-16 ഇയേഴ്സ് എന്താ പറയാ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഒരുപാട് കുറച്ചുകൂടി അധികമായിട്ട് പറയാൻ പറ്റും. പറയുന്നത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഇറ്റ്സ് വെരി ഹാർഡ് ടു മേക്ക് മണി ഇൻ കേരള, അങ്ങനെയല്ല പറഞ്ഞത്. പ്രോപ്പർ ഇനീഷ്യൽ സമയത്ത് കുറച്ചുകൂടി കാരണം ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. ഞാൻ പറഞ്ഞത് ഒരു 5-6 വർഷം സമാധാനപൂർവ്വം ക്ഷമയിൽ വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല രീതിയിൽ ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. യു ക്യാൻ മേക്ക്. പക്ഷെ അത് ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്കെയിൽ ലൈക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ എത്രയോ കമ്പനി. ബിക്കോസ് കേരളത്തിൽ വളരെ കുറച്ച് നമ്പേഴ്സ് IPO പോയിട്ട്, പക്ഷെ സ്റ്റിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഐ ഡോണ്ട് വോണ്ട് ടു നെയിം ദ ബ്രാൻഡ്സ്. ഇപ്പം ആ ഒരു കുറെ ബ്രാൻഡുകൾ ഇപ്പൊ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഓൾമോസ്റ്റ് ഓൺ ദ എഡ്ജ്. കാരണം IPO പോകുന്ന ഡ്രീം ആയിരുന്നു. ഇന്നതൊരു ഒരു എന്താ പറയാ ഒരു കോമൺ വേർഡ് ഇൻസൈഡ് എ ബോർഡ് റൂം ആയിട്ട് നമുക്ക് IPO പോകണം. ബിക്കോസ് ആ ഒരു മൈൻഡ് സെറ്റിലാണ്. IPO മാത്രം സക്സസ് എന്നല്ല പറയുന്നത്. ആ പീപ്പിൾ പ്രോപ്പർ ഇപ്പൊ ജോഹോ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ brands who make a lot of money without going IPO. Profit making, end of the day this is all about profit making. IPO ആണോ അല്ലേ എന്നുള്ളത് വേറെ. പക്ഷെ അതൊരു ഒരു 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 കോമൺ ടോപ്പിക് ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഡിസ്കഷൻ കേരളത്തിലെ ബ്രാൻഡ്സിൻ്റെ. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയില്ല കേരളത്തിൽ. എനിക്ക് സ്റ്റാർട്ടപ്പിൽ ഒരു നല്ലൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രെൻഡ് വന്നു. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താണ്? സ്റ്റാർട്ടപ്പിൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റിന് കാരണം കുറച്ച് കമ്പനികൾക്ക് ഓൾറെഡി ഫണ്ട് കിട്ടിയതാണോ, അല്ലെങ്കിൽ ആ ഒരു സക്സസ് സ്റ്റോറി ഇൻസ്പയർ ചെയ്തതാണോ? ഒന്ന് ഡെഫിനറ്റ്ലി ദെയർസ് ആൻ എഫക്ട് ഓഫ് സോഷ്യൽ മീഡിയ. കാരണം ഈ സ്റ്റോറി ഫണ്ട് കിട്ടിയത് അവരുടെ ഫാമിലി മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഒരു ഫണ്ട് കിട്ടിയത് ഹോൾ വേൾഡ് കംസ് ടു അവർ. സോ അതിന്ന് ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സ് യൂത്ത് എന്തായാലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളെല്ലാവരുടെയും മൈൻഡ് സെറ്റിൻ്റെ അകത്ത് ഈ ഓണ്ടർപ്രണർഷിപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന റിസ്ക് ടേക്കിംഗ്. അപ്പോൾ സ്റ്റാർട്ടപ്പിന് ഇങ്ങനത്തെ റീസൺസ് ഉണ്ടാവുക. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏർജ് ഉണ്ടല്ലോ നമുക്ക് മൊത്തത്തിൽ. പിന്നെ
നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആ ഏർജ് ഉണ്ട്, എന്താ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, ആ ഏർജ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രോപ്പർലി സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു എക്കോസിസ്റ്റം ഇപ്പോൾ ബിൽഡായി വരുന്നുണ്ട്. ഗവൺമെന്റിന് എത്രത്തോളം അതിൽ റോൾ അല്ല ഉണ്ട് ഇപ്പം? പഴയ നിന്ന് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ? അല്ല ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഞാൻ ഐ ബീൻ സീയിങ് ദ ഗവൺമെന്റ്, നമുക്ക് 2 3 സർക്കാരുകൾ അല്ലെങ്കിൽ 2010 മുതൽ ഐ കുഡ് സേ ഗവൺമെന്റ് എന്തായാലും ഡെഫിനറ്റ്ലി അതിന്റെ റോൾ വഹിക്കുന്നുണ്ട്. അവന് നല്ല നല്ല പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് എൻഡ് ഓഫ് ദ ഡേ ഫുൾ നമുക്കിതൊക്കെ ഗവൺമെന്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അവരൊരു ഓപ്പർച്യൂണിറ്റി ഷോക്കേസ് ചെയ്ത് തരും. ആ ഓപ്പർച്യൂണിറ്റി പോയിട്ട് നമ്മൾ ഗ്രാബ് ചെയ്യുക, പിന്നെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇഷ്ടമാതിരി ബ്രാൻഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു 80-90% ഫെയിലിയർ ആവും. ബട്ട് അവർ ഫെയിൽ ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്സ് തുടങ്ങി. ബട്ട് ദാറ്റ്സ് എ ഹ്യൂജ് ലെസൺ. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു MBAക്കോ വേറെ കോഴ്സിനോ ഇതിനെ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവർ സ്റ്റാർട്ടപ്പ് തുടങ്ങി 2 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഫെയിൽ ആയി. ദാറ്റ്സ് എ ഹ്യൂജ് ലെസൺ ഫോർ ദം. അതൊന്നും അവർ കുറേ പഠിക്കും. എൻ്റെ സ്കിൽ എന്താ, എൻ്റെ എബിലിറ്റി എന്താ, എൻ്റെ പാർട്ട്നേഴ്സ് റൈറ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, ഫെയിലിയർ ആവട്ടെ, ദർ ഇസ് നോ ഇഷ്യൂസ്, ലെറ്റ് ദം ലേൺ ഫ്രം ഇറ്റ്. അടുത്ത സാധനം തുടങ്ങുമ്പോൾ ഫറാന്റെ കേസാണെങ്കിൽ എൻ്റെ കേസാണെങ്കിൽ നമ്മളെല്ലാവരും ലൈഫിൽ പല പ്രാവശ്യം ഫെയിലിയർ ആയിട്ടുണ്ട്. ഫറാന്റെ ബിസിനസ് മോഡൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം മാറിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ് മോഡൽസ് മാറിയിട്ട് ഇതെല്ലാം ഫെയിലിയേഴ്സ് കിട്ടിയതാണ്. അപ്പോൾ വൈ നോട്ട് ലെറ്റ് ദം. നമ്മൾ മറ്റേ കുട്ടികളാകുമ്പോൾ വീണിട്ടാണ് പിന്നെ അവസാനം നടക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ലെറ്റ് ദം ലേൺ. അപ്പം അത് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ ലേണിങ്, ഇവൻ MBA കോളേജ്, ഇപ്പം ഞാൻ നാട്ടിലാണ് MBA ചെയ്തത്, അപ്പോഴേ നമുക്ക് സ്റ്റാർട്ടപ്പ് ഒന്നും അറിയില്ല. നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ കേസ് സ്റ്റഡീസ് നമ്മളന്നും വലിയ വലിയ ബ്രാൻഡുകളുടെ ഫോർഡിൻ്റെയും അല്ലെങ്കിൽ പിന്നെ ബെൻസിൻ്റെ ഒക്കെ കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ നാട്ടിലുള്ള സ്റ്റാർട്ടപ്പുകളോ കേസ് സ്റ്റഡീസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ നിന്ന് ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മീറ്റ് എന്നുള്ളൊരു ട്രെൻഡ് ആ സമയത്തുണ്ടായിരുന്നു. അവിടുന്നാണ് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയുണ്ട് രാജഗിരി കോളേജിൽ, രാജഗിരി ബിസിനസ് സ്കൂളിൽ ഒരു മാനേജ്മെൻറ്റ് മീറ്റിന് പോയപ്പം തന്നെ നമ്മൾ ഒരുപാട് തോട്ട് പ്രോസസ് മാറി. നമ്മൾ അവിടുന്ന് ചെറിയൊരു ഓപ്പറേഷൻസ് ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്നു, നമുക്ക് ചെറിയ പ്രൈസിങ് കിട്ടുന്നു, പിന്നെ കോർപ്പറേറ്റ് ഇത്, പിന്നെ അതൊരു ശീലം തന്നെയായി. ബട്ട് ഇവൻ ദോ എനിക്കൊന്ന് ഇപ്പോഴും നിങ്ങൾ ഈ കോൺക്ലേവ് പോലത്തുള്ള സംഭവങ്ങൾ ഇവൻ MBA കോളേജിലും ആർട്സ് കോളേജുകളിലേക്കൊക്കെ ഈ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഈ ഒരു ആശയം കൃത്യമായിട്ട് എത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പഠിക്കുമ്പോൾ തന്നെ കുറച്ച് സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങിയവർ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ടൈം, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഫോർ മീ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു നമ്മൾ ഒരു പാർട്ട് ടൈം ആയിട്ട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഫൈനലി MBA ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ ഒരു ഇവൻറ്റ്സ് ഹൊറൈസൺ എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണ നമ്മൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാനുണ്ടായിരുന്നു, ഡോക്ടർ അമൽക്ക എന്ന് വിളിക്കും, പിന്നെ ഇർഷാദ്, നമ്മൾ എല്ലാവരും കൂടിയും ആയിരുന്നു ആ ഇവൻറ്റ് കമ്പനി. അത് 1.5 വർഷം കൊണ്ട് നമ്മളൊരു സർട്ടൺ റീസൺസ് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പക്ഷേ നമ്മളത് ഭയങ്കര വലിയ ലേണിംഗ് ലെസണാണ്. നമ്മൾ 1.5 വർഷം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമ്പനി ഫോം ചെയ്തു, തുടങ്ങി, അതിൻ്റെ ഫസ്റ്റ് ഇവൻറ്റ് നടത്തി, നല്ല സക്സസ് ആയി. സോ ദാറ്റ്സ് നേരത്തെ പറഞ്ഞ മാതിരി ഏർലി ടു സ്റ്റാർട്ട്, ഏർലി ടു ഫെയിൽ. സോ നമുക്ക് പുതിയ ഓണ്ടർപ്രണേഴ്സിനോട് പറയാനുള്ളത്. അല്ല, ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് പഠിച്ച് അല്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത്, ഇറ്റ്സ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പെർസ്പെക്റ്റീവ്. കാരണം ഞാൻ പറയുന്ന എല്ലാവരും പോയിട്ട് നേരത്തെ തുടങ്ങി ഫെയിലർ ആവണമെന്നല്ല പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട്, മറ്റേ ജാക്മാക്ക് പറയുന്നുണ്ട് 30 years യു വർക്ക് ഇൻ വലിയ കോർപ്പറേറ്റ് അല്ല, യു ലൈക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻസിലും മാർക്കറ്റിംഗിലും സെയിൽസിലും. കാരണം ഒരു ഒരു 0 to 3 years കമ്പനി, 0 to 5 years കമ്പനി കാണുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, ബിഗ് കോർപ്പറേറ്റ് അല്ലെങ്കിൽ നമുക്ക് എല്ലാ കുറെ ലേണിംഗ് കിട്ടും. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങനത്തെ കമ്പനീസിൽ വർക്ക് ചെയ്ത് യു ഏൺ, ദെൻ യു സ്റ്റാർട്ട് സംതിങ് എന്ന് പറയണം. സോ ഞാൻ 2 പെർസ്പെക്റ്റീവും കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ സക്സസ് ആയ ആൾക്കാരും കണ്ടിട്ടുണ്ട്, അല്ലാതെ സക്സസ് ആയ ആൾക്കാരും കണ്ടിട്ടുണ്ട്. സോ വി കാൺ സേ ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ്. ഇതൊരു പേഴ്സന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവൻ്റെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കാണുമ്പോഴും വലിയൊരു ശതമാനം ആൾക്കാർ ഫെയിലിയർ ആയിട്ട് പോകുന്നുണ്ട്. അവരുടെ കഥയും പിന്നെ നമ്മൾ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വേറൊരു ഒരു റീസെൻ്റ് ആയിട്ട് കണ്ടൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മൾ പറയുക സോഷ്യൽ മീഡിയക്ക് വലിയ റോൾ ഉണ്ടെന്ന് പറയുന്നു. ഈ സോഷ്യൽ മീഡിയ ഒരാൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് കംപ്ലീറ്റ് സക്സസ് ആയ സ്റ്റോറിയാണ്. അപ്പം അവർ പേഴ്സണലി കമ്പയർ, പഠിച്ചോനെ ഞാൻ ഫെയിലിയർ ആയല്ലോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ സക്സസ് ആയിട്ട് പോവുകയാണല്ലോ എന്നതുകൊണ്ട് ആ ഒരു കമ്പാരിസൺ വരുന്നു. മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ട്. അവരാരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ചുറ്റും നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയ ആൾക്കാരെയും അവരുടെ അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ സക്സസ് ആണ്. ഇപ്പം സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെ പേഴ്സണെ നമുക്കറിയാലോ. ഇവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത്, പിന്നെ സീൻ പീപ്പിൾ, സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നേരിട്ട് അറിയാവുന്ന കുറേ ആളുകൾ അവരുടെ റിയൽ ടൈം സക്സസ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഭയങ്കര സക്സസ് ആണ് എന്ന്
ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല യങ്സ്റ്റേഴ്സും, ദാറ്റ് ഇസ് എ സ്മോൾ അഡ്വൈസ്, അല്ലെങ്കിൽ എനിക്ക് അഡ്വൈസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക എന്നൊക്കെ പറയുന്ന പോലെ, പണ്ടുള്ള ആൾക്കാർ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആക്ച്വലി ഓക്കെ, യു വാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, യു വാണ്ട് സോഷ്യൽ മീഡിയ പ്രസൻസ് ടു മേക്ക് യുവർ സെൽഫ് ആസ് എ ബ്രാൻഡ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ലൈക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പ് കൊടുത്ത് സോഷ്യൽ അത് ഇല്ലാത്ത സാധനം ഫേക്ക് ചെയ്ത്, സോ ദാറ്റ് മൗണ്ട്സ് പ്രഷർ ഓൺ ദം. സോ ഇന്നൊരു വണ്ടി എടുത്ത് നാളെ വേറെ വണ്ടി കാണിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു ഡ്രസ്സ് ഇട്ട് നാളെ വേറെ ഡ്രസ്സ് ഇടണം. അപ്പം പലപ്പോഴും എന്ന് വെച്ചാൽ അത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, ഒരു പ്രശ്നമില്ല. കാരണം ബിക്കോസ് അത് അവരുടെ ബിസിനസ് ഹെൽപ്സ് ദം ഇൻ ദെയർ ബിസിനസ്, ഹെൽപ്സ് ഇൻ ദെയർ പേഴ്സണൽ ബ്രാൻഡ് പൊസിഷൻ. ഇപ്പൊ ഫറം ബ്രാൻഡ് പിന്നെ പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ് ചെയ്യുന്നത്. ആ ഒരു ലൈൻ എവിടെ വരക്കണം എന്നുള്ളത്, കാരണം ഇത് കണ്ടിട്ട് അവൻ സക്സസ്, ബിക്കോസ് യു കാൺ ജഡ്ജ് എനി വൺ ഓൺ എ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അവന്റെ ലൈഫ് അങ്ങനെയാണെന്ന് അപ്പുറത്ത് കറന്ന് രാവിലെ ഉച്ചക്കും ടെൻഷൻ അടിച്ച് മരിച്ചോ വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ടിയോ ഹാപ്പി അല്ല. ബേസിക്കലി യു ടേക്ക് ഇറ്റ് പേഴ്സണൽ ലൈഫ് ഓൾസോ. നമ്മൾ പലപ്പോഴും റിയൽ ലൈഫിൽ പോസ്റ്റേഴ്സും ഫോട്ടോസും വീഡിയോസും കണ്ട് അടുത്ത ദിവസം കഴിക്കുന്ന വേറെ ഇഷ്യൂസ് ആയിരിക്കും. അത് ഇൻ ടേംസ് ഓഫ് ബിസിനസ് ഓൾസോ അങ്ങനെ. അപ്പൊ അത് കണ്ടിട്ട് യു ഡോണ്ട്, ഞാൻ പറയുന്നത് അത് കാണുന്ന ആൾക്കാർ ഞാൻ ഫെയിലിയർ ആണ് ഇവൻ സക്സസ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ വേണം. എക്സാക്ട്ലി ഒരു എന്താ പറയാ, നമുക്കത് ജഡ്ജ് ചെയ്യാൻ 100% പറ്റണം. യു ബിലീവ് ഇൻ യുവർ സെൽഫ്, ഡു യുവർ ബെസ്റ്റ്. ഓക്കെ, അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, നാളെ അവിടെ എത്തും. അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ അതൊരിക്കലും ഒരു ഡീമോട്ടിവേഷൻ ആയിട്ട് ഞാൻ അവിടെ എത്തിയിട്ടില്ല എന്നല്ല വിചാരിച്ചിട്ട് മനസ്സിലേക്ക് ഉള്ളിലേക്ക് എടുക്കാം. അല്ല, ഇതിൽ ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഞാനെപ്പോഴും എൻ്റെ ക്ലയന്റിനോട് തന്നെ പറയും, ഞാൻ പലരും പോസ്റ്റ് ഞാൻ കാണാറില്ല. അപ്പം ഞാൻ ആക്ച്വലി മിക്കപ്പോഴും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യലാണ്. കാരണം ഈ രണ്ട് ഓപ്ഷനാണുള്ളത് സോഷ്യൽ മീഡിയ, ഐദർ യു ക്യാൻ ബി എ ക്രിയേറ്റർ ഓർ കൺസ്യൂമർ. ഈ കൺസ്യൂമർ ആകുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമുക്ക് നെഗറ്റീവേ തരുള്ളൂ. അപ്പം ഒരാൾക്കിപ്പം ഭക്ഷണം കഴിക്കാൻ, ഒരാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്താ നമുക്ക് സോഷ്യൽ മീഡിയ മനസ്സിലാവില്ല. ബുർജ് ഖലീഫ പോയിട്ട് ഒരു കോഫി വെച്ചിട്ട് അയാൾ ചിലപ്പോൾ സ്റ്റോറി ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ നല്ല വാഹനം അല്ലെങ്കിൽ നല്ല വസ്ത്രം ഇടുമ്പോൾ മാത്രമാണ് അയാളത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ അതാണ്. ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർ പഠിച്ചോനെ ഇതുവരൊക്കെ എല്ലായ്പ്പോഴും ഈ ഒരു ലൈഫാണ് എന്ന് വിചാരിച്ചിട്ട് നേരെ ഡിമോട്ടിവേഷനിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ പറയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ജെന്യൂൻ ആവുക. ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഫേക്ക് ചെയ്തൊന്നും അധികാരം മുന്നോട്ട് പോകുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ലാംഗ്വേജ് ഇതാണ്, ഞാൻ കുറേ ഇംഗ്ലീഷും അറബിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് സോഷ്യൽ പ്രഷറാണ്. ഞാൻ എന്താണോ അങ്ങനെ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് വേണം. വാട്ട് ഐ എം ഗിവിങ്. ഇപ്പം ഫൈസൽ സാറിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഫൈസൽ സാറിൻ്റെ ഞാനും ഫൈസൽ സാറായിട്ട് വളരെ നല്ല ബന്ധമാണ്. ഫൈസൽ സാർ ഏറ്റവും വലിയൊരു ക്വാളിറ്റി കാണുന്നത് ഫൈസൽ സാറായിട്ടാണ് എപ്പോഴും. നിങ്ങളത് കോഫിയിലിരിക്കുകയാണെങ്കിലും മൂപ്പര സെഷനിലിരിക്കുകയാണെങ്കിൽ മൂപ്പര ഒരു ശൈലി അതാണ്. മൂപ്പര പഠിച്ച ഓക്സ്ഫോർഡും സ്റ്റാൻഫോർഡും ഒന്നും മൂപ്പര ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നില്ല. മൂപ്പര പഠിച്ച അറിവും അനുഭവങ്ങളും മൂപ്പര എപ്പോഴും അതങ്ങനെയാണ് പറയുക. അതേപോലെയാണ് മൂപ്പര, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഔട്ട്സൈഡ് ബോർഡ് റൂമിലാണെങ്കിലും പുറത്ത് മൂപ്പര അങ്ങനെ തന്നെയാണ്. അത് ജെന്യൂനിറ്റിയാണ്. മൂപ്പര് ഡ്രസ്സ് ചെയ്യുന്നതാണെങ്കിലും മൂപ്പര് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഇപ്പോൾ സംസാരിക്കുന്ന കഥയാണ്. ഇതേപോലത്തെ ഒരു ജെന്യൂൻ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അത് ഫോളോവേഴ്സൊന്നും അവിടെ മാറ്ററില്ല. അവിടെ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റും അവരെ ട്രസ്റ്റ് ചെയ്യുന്നതും, ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയൊക്കെ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ജെന്യൂനിറ്റിയാണ്. അല്ലാതെ നമുക്ക് ഈ വാഹനം, ഇപ്പോൾ ദുബായിൽ ആൾക്കാർക്ക് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ദുബായ് ഉണ്ട്. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് റോയ്സറും അല്ലെങ്കിൽ ബുർജ് ഖലീഫയിലും ഇത് കുറച്ച് റീൽസൊക്കെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. അതൊരിക്കലും ഇവിടെ എന്ത് റെന്റിന് കിട്ടും. ഇൻഫാക്ട് നിങ്ങൾക്ക് ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് റെന്റിന് കിട്ടും, ഏത് ഫ്ലാറ്റ് ആണെങ്കിൽ റെന്റ്. വീഡിയോസ് കാണുന്നല്ല ലൈഫ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവർ പറയുന്നതും അവരുടെ അനുഭവങ്ങളും വാല്യൂസ് എന്താണ്. ഇപ്പം ഞാനും പലപ്പോഴും ബിസിനസ് ഓണേഴ്സിന് നമ്മൾ ഷോയിലേക്കും പോഡ്കാസ്റ്റിലേക്കൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളെ വണ്ടിയും പിന്നെ നിങ്ങളുടെ വീടും എല്ലാം നിങ്ങൾ കാണിക്കണ്ടേ. നിങ്ങൾ പഠിച്ച അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നാളൊരു തലമുറ വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഈ സോഷ്യലി, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യലി ഇതൊക്കെ റെക്കോർഡിംഗ് ആണ്. ഇപ്പം നമ്മളെ വാപ്പ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും തള്ളാന്ന് പറയും, കാരണം വാപ്പ കാണിക്കാൻ പ്രൂഫില്ല. പക്ഷെ നമ്മളെ മക്കൾക്ക് അതല്ല. വാപ്പ എന്താ ചെയ്തതെന്ന് അവർക്ക് കാണാം, അവർ എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നുള്ള കംപ്ലീറ്റ് സോഷ്യലി റെക്കോർഡാണ്. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും വാല്യൂസും
അത് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു Yeah. സൊസൈറ്റിയിലേക്ക് കറക്റ്റ് കൈമാറും. ആ എക്സ്ചേഞ്ചിങ് ആണ് പേഴ്സണൽ Yeah, ബ്രാൻഡിംഗ് കൊണ്ട് definitely. ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഫറാനക്ക ഷോയിൽ വന്ന് ഞാൻ ഇരുന്ന് സംസാരിക്കാണ്ടായ റീസൺ ഓക്കെ നമ്മളൊരു 15 ഇയേഴ്സ് പ്ലസ് മോർ ദാൻ 16-17 ഇയേഴ്സ് ആയി ഓൾമോസ്റ്റ് ഇൻ ദ ബിസിനസ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പലരും പ്രശ്നം എന്ന് വെച്ചാൽ ഈ സക്സസിന് ഇപ്പോൾ ആൾക്കാർ ഡിഫൈൻ മില്യൺസ് വരികയാണ്, അല്ലെങ്കിൽ പിന്നെ ഇന്ന വാഹനം, അല്ലെങ്കിൽ ഇന്ന അസറ്റ്, അതൊക്കെ ഇറ്റ്സ് എ പാർട്ട്. ഓരോരുത്തരും സക്സസും എൻ്റെ ഡിഫറെന്റ് ആണ്. ഞാൻ പറയുന്നത് സക്സസ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. Yes, ഹൗ എങ്ങനെയാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യല് ഹൗ ഡു യു ടേക്ക് ഇറ്റ് യുവർ സെൽഫ്. എനിക്കിതാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്കിത് മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആക്ച്വലി ഒരു കണ്ടന്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ സോ ഇതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സക്സസ്. തീർച്ചയായും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം പറയാൻ പാടുണ്ടോ 15 വർഷമായിട്ട് എൻ്റെ സ്കൂളിൽ ഇപ്പം ഡ്രൈവേഴ്സ് ഉണ്ട്. സോ അവർ ഇപ്പം ഈ പറഞ്ഞ പോലെ 15 വർഷം. സോ ഞാൻ ഇപ്പം അവരുടെ മോളെ കല്യാണത്തിന് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഞാൻ പോയിട്ടുണ്ട്. എന്താ പറയുക, അവര് പിന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചു, നല്ല വീടെടുത്തു, നല്ലൊരു കല്യാണം നടത്തി, വളരെ ഹാപ്പി ആയിട്ട് എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാ സുഖല്ലേ, അങ്ങനെ ഉണ്ട്. കാരണം സോ നമുക്ക് നാളെ അയാള് സക്സസ് അല്ല എന്ന് പറയാൻ പറ്റുമോ? സോ ഹാപ്പി അബൌട്ട് വാട്ട് ഹി ഓൺസ് ആൻഡ് ലീവ്സ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഫറാൻ ഇപ്പം നാളെ ഒരു റോൾസ് റോയ്സ് വാങ്ങിയിട്ട് അതാണ് എന്റെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ തെറ്റ്. ഈ മൊമെന്റ്സിൽ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നില്ല. അത് ആക്ച്വലി ആ സോഷ്യൽ മീഡിയന്റെ ഒരു പ്യുവർ പ്രഷർ എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ പ്രഷറാണ്. അപ്പൊ അത് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങളിപ്പോൾ ഡ്രൈവറുടെ കാര്യം പറഞ്ഞു, ഇപ്പം പലരും പറയാറുണ്ട്, ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ പോലെയാണ് കഫ്റ്റീരിയലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ലീവില്ല. ഓക്കെ, അവർക്ക് പിന്നെ വളരെ 12 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നു, അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കഫ്റ്റീരിയ ബിസിനസ് ഓണേഴ്സും ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു ഏരിയയാണ് പയ്യോളി, അല്ലെങ്കിൽ നമ്മൾ വടകര, ഈ ഒരു ഏരിയയിൽ. പക്ഷേ ഇവരൊക്കെ മാഷാ അല്ലാഹ് ഇവർ ആ ഒരു 12 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ടാണെങ്കിൽ ലീവ് ഇല്ലെങ്കിൽ പോലും അവർ നാട്ടിൽ സ്ഥലം വാങ്ങുന്നുണ്ട്, അവർ സ്വന്തമായിട്ട് വീട് വെക്കുന്നുണ്ട്, സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കുന്നുണ്ട്, 3 മാസം 6 മാസമൊക്കെ വന്നിട്ട് അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ ഹാപ്പിയാണ്. പുറമേ നിന്ന് കാണുന്നിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യണം ഇവരെല്ലാം സക്സസ്, ഈ വേറെന്തോ ആണെന്നുള്ള കമ്പാരിസൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണ്ടർപ്രണേഴ്സിനാണെങ്കിൽ 24/7 പ്രഷറിൽ തന്നെ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഇവർ കച്ചവടം ആലോചിച്ചിട്ടാണ് ഉറങ്ങുന്നത്. രാവിലെ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫോൺ എടുക്കാം. സോ ദർ ആർ പീപ്പിൾ ഹു ആർ ഡെലിഗേറ്റഡ് 100%. ഞാൻ പറഞ്ഞത് ഒരു 80-90% നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആളുകൾ എപ്പോഴും ഈ പ്രഷറിന്റെ മുകളിൽ തന്നെ ജീവിക്കുന്നത്. മേ ബി ഒരു 10%, 20% ഓഫ് പീപ്പിൾ ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയ ആൾക്കാർക്ക് മാത്രമേ അത്ര വലിയൊരു ഡെലിഗേഷൻ സിസ്റ്റം പ്രോസസ്സ് ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഡിറ്റാച്ച്ഡ് ആയിട്ട് ബിസിനസ് എന്നൊക്കെ മൂവ് ഔട്ട് ചെയ്യും. ബാക്കി ഒരു 80% ആളുകളുടെ അവസ്ഥ വളരെ ഈ പറഞ്ഞ മാതിരി ഓൺ ദ എഡ്ജ് ആണ് എല്ലാവരും ജീവിക്കുന്നത്. കാരണം അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് തന്നെ ഈ കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ്സോ പ്രോഫിറ്റോ എടുത്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം, സ്കെയിൽ ചെയ്യണം. സോ ഇറ്റ് നേരത്തെ പറഞ്ഞ ആള് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ 100%. ഇതിലെനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാണ്, നമ്മളിപ്പോൾ ഉള്ള മൊമെന്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ് സക്സസ്. അല്ലാതെ നാളെ അതായിട്ട് സക്സസ് ആയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഇന്ന് അച്ചീവ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയുന്നതിനേക്കാൾ ഇപ്പോഴുള്ള മൊമെന്റ്. ആൻഡ് നമ്മൾ ഡെലിഗേഷനൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, MBA ഒക്കെ പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാനിപ്പോൾ മലയാളി ഒരുപാട് ഓണ്ടർപ്രണേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായത്, ഇപ്പോൾ ചിലപ്പോൾ പോഡ്കാസ്റ്റ് വരുമ്പോൾ അവർക്കൊരു 1 hour ഫോണൊന്നും മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വിചാരിക്കും, പക്ഷേ ഇവരെന്താ ഡെലിഗേറ്റ് ചെയ്യാത്തത്. ആൻഡ് ഞാൻ കുറച്ചുകൂടി ഇവരെ ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ഇവരുടെ ഏറ്റവും വലിയ പാഷൻ ഇതാണ്. ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം 100-200 ആൾക്കാരും അവരെ തന്നെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുമ്പോൾ അവർക്കിട്ട് ഒരു സാറ്റിസ്ഫൈ, അവരെ സംബന്ധിച്ചുള്ള അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വരുന്നതിനേക്കാൾ അവർക്കത് എൻജോയ്മെന്റ് ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അത് ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പല ആൾക്കാരും 10, 25, 30, 40 പേര് എപ്പോഴും കണക്കിൽ കീപ്പ് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരുണ്ട്. ഒരു സിഇഒനെയും അല്ലെങ്കിൽ 4-5 പേരെ മാത്രം വെച്ചിട്ട് എന്നെ 3 പേരെ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഹാവ് സീൻ പീപ്പിൾ, കാരണം പറയാൻ പറ്റില്ല, നമ്മളെ ഷിയാബ് മേച്ചേരി എറണാകുളം സിറ്റിൻ്റെ ഷിയാബ് സാർ അടുത്ത് പറയുമ്പോൾ ഷിയാബ് സാർ എന്താ വെച്ചാൽ ഒരു 10-20 പേർക്ക് മൂപ്പര് ഫോണിലേക്ക് ആക്സസ് ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ ആക്ച്വലി എന്നെ ഇത്ര സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇത്ര ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ബാക്കി ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോളൂ, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. സോ ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. നേരത്തെ പറഞ്ഞ ഒരു 25 ആൾക്കാരായിട്ട് 50 പേരായിട്ട് കോൺടാക്ട് ലൈക്ക് എപ്പോൾ വന്നാലും. സോ ഫോർ എക്സാമ്പിൾ
ഞാനൊരു അമേസിങ് ഓണ്ടർപ്രണറെ കണ്ട ടോം ജോസ്, പിന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെ നമ്മൾ വി ആർ വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ഹിം. അപ്പോൾ ടോമിന് ലൈക്ക് യു സെൻഡ് എ വാട്സാപ്പ് മെസ്സേജ് 5 seconds, 10 seconds, 15 seconds, മേ ബി 100 ഗ്രൂപ്പിലുണ്ടാവും. പക്ഷെ ഹീ ഈസ് ലൈക്ക് ഹീ ആ മൊമെന്റിൽ റിപ്ലൈ ആയിരിക്കും. ഞാൻ ടോമിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് ഒരു മെയിൽ പോലും വായിക്കാത്ത ഒരു ദിവസം പോലും കടന്നുറങ്ങാറില്ല. സോ ലൈക്ക് നമ്മൾ പലപ്പോഴും ആഫ്റ്റർ ഇവന്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ 12 മണി 1 മണിക്ക്, സോ പക്ഷേ എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അത് ഓരോരുത്തരുടെ പേഴ്സണൽ എബിലിറ്റിക്കും കപ്പാസിറ്റിക്കും അനുസരിച്ചായിരിക്കണം യു ഡിസൈൻ, എന്താ പറയുക, യുവർ സിസ്റ്റം ആൻഡ് പ്രോസസ്. ഞാൻ അതാ പറയുന്നത്. കാരണം ഫർഹാന്റെ സ്റ്റൈൽ ആയിരിക്കില്ല എന്റെ സ്റ്റൈൽ ആയിരിക്കില്ല. ചില ആൾക്കാർ ഒരേ സമയത്ത്, ഞാൻ എക്സാമ്പിൾ പറയാൻ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. ഫർഹാന്റെ അടുത്ത് സംസാരിക്കുന്നതും ഇപ്പൊ വേണമെങ്കിൽ പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട് SMS റിപ്ലൈ കൊടുക്കാനും പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺസെപ്റ്റ്സ് ഐഡിയേറ്റോ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും താല്പര്യമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്നെ ഡിസ്റ്റർബ് ചെയ്യും, ആ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യില്ല. ചില ആളുകൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. അഫ്താബ് ഖാൻ ഞാൻ ആക്ച്വലി അഫ്താബ് ഖാൻ ഓർമ്മ ഉണ്ടറിയില്ല, എനിക്ക് എൻ്റെ ഫോണിൽ ഇപ്പോഴും സേവ് ചെയ്ത് JC അഫ്താബ് ഷൗക്കത്ത് എക്സ്പ്രസോ എന്നാണ്. അപ്പോൾ അന്ന് ഞാൻ എക്സാഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഏജൻസി കോഴിക്കോട് റൺ ചെയ്യാണ്. ആ സമയത്ത് ഞാൻ JCIയിൽ മെമ്പർഷിപ്പ് എടുത്തത്. എനിക്കൊന്ന് കോവിഡിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ JCIയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ കോവിഡ് ഉണ്ടായിരുന്നത്. എനിക്ക് ഓഫ്ലൈൻ ഇവൻ്റ് ഒന്നും കിട്ടിയില്ല, ഓൺലൈനിലാണ് കണക്ട് ചെയ്തത്. അപ്പം അന്ന് നമ്മളിങ്ങനെ നോക്കും. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് അത്യാവശ്യം ഏജൻസി ഉണ്ട്, ഒരു 270+ ഏജൻസിക്കുള്ള സമയത്ത്. അതിലുള്ളൊരു പ്രോമിനൻറ്റ് നെയിംസ് ആരൊക്കെയാണ് മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത് നോക്കുമ്പം അതിലുള്ളൊരു പേരാണ് എക്സ്പ്രസോ ഗ്ലോബൽ. ആൻഡ് യു ആർ ഡൂയിങ് ലൈക്ക് സച്ച് എ ഗ്രേറ്റ് ജോബ്, ലൈക്ക് നോട്ട് ഓൺലി ഒരു നോർമൽ ഏജൻസിയിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് വളർന്നു. അതിൽ സ്ട്രാറ്റജി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൻസ് ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ആക്ച്വലി ഞാനൊരു 2017 ഏജൻസി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഞാനൊരു ബിസിനസ് നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ബിസിനസ്മാൻ്റെ പെർസ്പെക്റ്റീവിലാണ് പലപ്പോഴും, ഒരു ക്രിയേറ്റീവ് പേഴ്സന്റെ പെർസ്പെക്റ്റീവ് എന്നല്ല പലപ്പോഴും ഏജൻസി കണ്ടത്. കാരണം ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. ബിസിനസ് തുടങ്ങിയിട്ട് ആക്ച്വലി എന്ന് വെച്ചാൽ ഐ വാസ് ഇൻ ടു ദ ബിസിനസ്. ഞാൻ പറഞ്ഞില്ലേ, സ്കൂള് അതുപോലെ തന്നെ ഓട്ടത്തിൽ നമ്മൾ, ഞാൻ എൻ്റെ അങ്കിള് പിന്നെ എളാപ്പാൻ്റെ കൂടെ PV Anwar എളാപ്പാൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. എൻ്റെ ഓൾമോസ്റ്റ് ലൈക്ക് ഞാൻ പറഞ്ഞത് ഒരു 2008 to 2010 വരെ നമ്മൾ ഇവൻസ് ഹൊറൈസൺ തന്നെ നമ്മളെ സ്റ്റാർട്ടപ്പ് ഇവൻസും അഡ്വർടൈസിങ്ങും എല്ലാം കോളേജ് പഠിക്കുന്ന സമയം. അതിനുശേഷം 2000 പിന്നെ കുറച്ച് ഒരു ഷോർട്ട് സ്റ്റിങ്റ്റ് 6 months വർക്ക് ചെയ്തിട്ടുണ്ട് BMG. അതിനുശേഷമാണ് ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഫാമിലി ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആക്ച്വലി ആ ഗ്രൂപ്പിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് കുറേ പറഞ്ഞ മാതിരി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ മറ്റേ തള്ളി മറിക്കാനുള്ള കുറേ കണ്ടന്റുള്ള സംഗതിയാണ്. ബിക്കോസ് ഒരു 50 ഏക്കർ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്ത് സ്കൂൾ വാട്ടത്തിൽ പാർക്കുണ്ട്, ഒരു സ്പാർട്ടൻസ് തന്നെ ഹെൽത്ത് ക്ലബ് ഉണ്ട്, ഇല്ലാതെ അപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അപ്പം കൂടെ നമ്മൾ ഒരു സ്കൂളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഇന്റർനാഷണൽ റിയലി ഗുഡ്. 1100ഓളം കുട്ടികളുണ്ട്. ഇറ്റ്സ് വെൽ, ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അന്ന് സെറ്റ്, ബിക്കോസ് ഐ വാസ് സോ പ്രൗഡ് ടു സേ ദാറ്റ് ലൈക്ക് 2010-12 സെറ്റ് ചെയ്ത ടീം 15 വർഷത്തിന് ശേഷം അതിലൊരു 6 to 8 അല്ലെങ്കിൽ 7 to 8 കോർ ടീം മെമ്പേഴ്സ് ഇന്നും അവിടെ സ്റ്റിൽ റണ്ണിങ് ദ സ്കൂൾ. ആ ഒരു സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ, വെൻ ഇറ്റ് കംസ് ബാക്ക് ടു ദ ഏജൻസി, സോ എനിക്കെന്ന് എന്ത് വേണം എന്നുള്ളത് പല ആളുകളായിട്ട് ഏജൻസികളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടൗൺഷിപ്പിന്റെ ബ്രോഷേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കോർപ്പറേറ്റ് വീഡിയോസ് ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, വില്ലാസ് ആയിക്കോട്ടെ, അപ്പോൾ സോ അതിന്ന് പലപ്പോഴും പല ഗ്യാപ്പുകളും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ പല ആളുകളായിട്ട് സംസാരിക്കുന്നത്, ഈവൻ അന്ന് കാലിക്കറ്റിലെ പല ഏജൻസീസ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് കുറേ പ്രപ്പോസൽസ് തന്നു. അപ്പം നമ്മളൊരു വെൻ ഐ ഇതൊന്ന് ആക്ച്വലി എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് സ്കൂളിലാണെങ്കിൽ നമ്മൾ ഇവന്റ്സും നമ്മുടെ ബ്രാൻഡിങ്ങും ഒരു ബ്രാൻഡാക്കുക എന്നുള്ള സാധനത്തിൽ വിഷൻ ഉണ്ട്. അതെ ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ ബ്രാൻഡ് പൊസിഷനിങ് എൻ്റെ എപ്പോഴും ഒരു കോർ ഏരിയ ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബ്രാൻഡ് സെല് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വലിയൊരു ആഗ്രഹത്തിലൊന്നല്ല നമ്മൾ ബ്രാൻഡ് ചെയ്യണം, പൊസിഷൻ ചെയ്യണം, നാളെ അതിനൊരു നല്ലൊരു വാല്യൂ കിട്ടണം, വാല്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം. അവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ടഡ് എക്സ്പ്രസോ. അപ്പോൾ ഒരു 2017 ഞാനെൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു നസീർ എന്ന് പറഞ്ഞിട്ട്, നസീർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ കിട്ടിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഓൺട്രപ്രണർഷിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ പെർസ്പെക്റ്റീവിൽ ഐ ക്യാൻ സ്റ്റെപ്പ് ഇൻ ഹിസ് ഷൂസ് ആൻഡ് തിങ്ക്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് മീറ്റിംഗ്, സെക്കൻഡ് റൗണ്ട് ഓഫ് മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അവരെന്താണോ ഉദ്ദേശിച്ച സാധനം എനിക്ക് കത്തും. സോ നമ്മൾ പറയുന്ന സാധനം അവർക്കും മനസ്സിലാവും. പിന്നെ ഒരു ചലഞ്ച് ഇത് നമ്മളെ ടീമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം എന്നായിരുന്നു.
നമ്മുടെ ടീം ആ മൈൻഡ് സെറ്റിലേക്ക് മാറണമെന്നില്ല. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് അത് ഭയങ്കര ഇതൊരു challenging point ആണ്. ചലഞ്ചിങ് കാരണം പ്രോസസ്. ഇവര് entrepreneurs കാരണം ഇവർ അല്ല. നല്ലൊരു അടിപൊളി ക്രിയേറ്റീവ് ചെയ്തിട്ടുണ്ട്. വാ അടിപൊളി സൂപ്പർ. കാരണം ക്ലീൻ നീറ്റ് ഇപ്പൊ ഈ മാർക്കറ്റിലെ പ്രോബ്ലം ഇതാണ്. അതെ ക്ലീൻ നീറ്റ് ഹോർഡിങ്സ്. ഇതിനകത്ത് മൊബൈൽ നമ്പറൊക്കെ വെച്ചാൽ ചിലപ്പോൾ ബോറായി പോകും. കാരണം അത് അപ്പോൾ ആക്ച്വലി മൊബൈൽ നമ്പർ ചിലപ്പോൾ ഒരു കോൾ പോലും കിട്ടൂല. ഫോണിന്റെ സൈസ്. സോ ഇൻഫാക്ട് അത് ടീമിനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഓഫീസിൽ തന്നെ ഇതിന് നമ്മളൊരു കോപ്പി വാട്ട് ഐ റിട്ടൺ ഇസ് ക്രിയേറ്റീവ് ഡസൻറ്റ് മാറ്റർ, ദ റിസൾട്ട് മാറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോപ്പി. അതിന്റെ എൻഡ് റിസൾട്ട് എന്താ, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ടീമിനെ കൊണ്ടുവന്നു. ഇനീഷ്യലി വി സ്റ്റാർട്ടഡ് ആസ് എൻ ഇവന്റ് കമ്പനി. പക്ഷെ നമുക്ക് കമ്പനി ഇവന്റ് ആണെങ്കിലും അതിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും പിന്നെ സ്ട്രാറ്റജിയും ഐഡിയാസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ സ്ട്രാറ്റജി എന്നോ കമ്മ്യൂണിക്കേഷൻസ് എന്നോ ഒന്നും വിളിക്കാനൊന്നും അറിയില്ല. നമ്മളിങ്ങോട്ട് തുടങ്ങി. ഇവന്റ് ചെയ്യും, എന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്തു കൊടുക്കും. Over the years, we understood it's like we transformed from a event company to a strategy first communication agency. അപ്പം നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യുന്നത് നമ്മളെ സ്ട്രാറ്റജിയാണ്. കാരണം ഒരു ബ്രാൻഡിന് നമ്മൾ മേ ബി ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സേ ദാറ്റ് നമ്മളൊരു ബ്രാൻഡ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊരു 3 months പ്രോസസ്സായി സെറ്റ് ചെയ്തിരുന്നു. അതായത് ഇനീഷ്യലി ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് തെറാപ്പി, നമ്മൾ പറ്റേ ഒരു തെറാപ്പിയൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങളുടെ പെയിൻ പോയിന്റ്സും നമ്മളെ നീഡും തമ്മിൽ സംസാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ടൊക്കെ സംസാരിച്ച് അതിൻ്റെ ഒരു നീഡ് മനസ്സിലാക്കും. അതൊന്നും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ബ്രാൻഡ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് നടത്തുന്നുണ്ട്. നമ്മളിപ്പം MRI ഒക്കെ എടുക്കുന്ന പോലെ നമ്മളൊരു ബ്രാൻഡിന് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് നടത്തും. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്, മാർക്കറ്റ് ലാൻഡ്സ്കേപ്പ്, അവരുടെ വിഷനും ഇതും തമ്മിൽ അലൈൻഡ് ആവണം. അവരുടെ ഡിജിറ്റൽ ഏരിയയിലുള്ള കോമ്പറ്റീറ്റേഴ്സിനെ മാപ്പ് ചെയ്യും. അവരുടെ ഈ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസും കോൺസും ബ്രാൻഡിൻ്റെ പൊസിഷനിങ്ങും ഒരു വൈറ്റ് സ്പേസ് നമുക്ക് കിട്ടും. ഇത് ഈ ബ്രാൻഡിനെ എങ്ങനെ പൊസിഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവരെ ഗ്യാപ്പ് എന്താണ്, ഇത് വെച്ചിട്ടാണ് വി ഡെവലപ്പ് ദിയർ ബ്രാൻഡ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി വി ഡെവലപ്പ് ദിയർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എന്നാണ് ഇവരുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ്. സോ ഇറ്റ്സ് ടേക്സ് അറൌണ്ട് 3 months. എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ചെയ്ത ബ്രാൻഡ്സ് ഒക്കെ അൽഹംദുലില്ലാ ഇറ്റ് ഇസ് റിയലി ഐ കുഡ് സേ ഇറ്റ്സ് റിയലി സക്സസ്ഫുൾ. അപ്പം ഈ എനിക്കൊന്നത് മുന്നേ ആണെങ്കിൽ ഈ 3 months ഡയഗ്നോസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആകുമല്ലോ. ബട്ട് ഇപ്പം ഇപ്പോഴും ഒരു നമുക്ക് വരുന്ന എന്നാലും ക്ലയൻസ് ഒരു 50% ഓഫ് ദ ക്ലയൻസ് ഓക്കെ ഇത് വർത്ത് ഗിവിംഗ് ദ മണി, വർത്ത് പേയിങ്. കാരണം ക്വിക്ക് ബക്ക് അല്ലേ സൊല്യൂഷൻ വേണ്ടത് പെട്ടെന്ന്. എല്ലാവരും വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരുമ്പോൾ ഞാൻ കൊല്ലത്തിൽ 10 കൊല്ലമായിട്ട് ഈ പരിപാടിയിലുള്ളതാണ്, എനിക്ക് 5 കൊല്ലമായിട്ട് ഈ മാർക്കറ്റ് അറിയാം, എനിക്ക് അറിയാത്ത കച്ചവടം നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ എനിക്ക് പറയുന്ന സാധനം ചെയ്ത് തന്നാൽ പോരെ, ഈ മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ. കസ്റ്റമർ നിങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കസ്റ്റമർ പറയുമ്പോൾ നോ, വെരി ക്ലിയർലി വി സേ നോ. അത് കാരണം എല്ലാവർക്കും കാരണം ഇതാണ് നമ്മളെ പ്രോസസ്സ്. ആക്ച്വലി ദിസ് ഇസ് മെൻ ഫോർ ദ പ്രോസസ് ഓഫ് നമ്മളെ റീറ്റെയിനിങ് ക്ലയൻസ്. ലോങ് ടേം നമ്മളെ കൂടെ ഒരു കൊല്ലം വർക്ക് ചെയ്യണം, 6 മാസം വർക്ക് ചെയ്യണം, എന്നെ ബ്രാൻഡിനെ ഇവിടെ നിർത്തിട്ട് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ സോ നമ്മൾ അതിന് 3 ആയിട്ട് ഡിഫൈൻ. വി ക്രിയേറ്റ്, വി ലോഞ്ച് ആൻഡ് വി സ്കെയിൽ ബ്രാൻഡ്സ്. അപ്പം പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ബ്രാൻഡുകൾ വരും, അതാണ് വി ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ്, ഐഡന്റിറ്റി, നെയിം. പിന്നെ ലോഞ്ച് ചെയ്യുന്ന ചില ബ്രാൻഡ്സ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു വലിയ രീതിയിൽ ലോഞ്ച് ചെയ്യും. ചില ആൾക്കാർ സ്കെയിൽ ചെയ്യണം. ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് സ്കെയിൽ ചെയ്യണം. സോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് സെറ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വി സെറ്റ് 2 kind of ഫ്രെയിംസ്. ഒന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് നമ്മൾ ചില റീറ്റെയിനർ ക്ലയൻസ് എന്ന് വിളിക്കും. നമ്മൾ 3 months മുതൽ അറ്റ്ലീസ്റ്റ് 1 year വരെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. ചിലത് പ്രൊജക്ട്സ് വരും. ഇപ്പം റൈറ്റ് നൗ ഞങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ വേണം. ഓക്കെ, ദാറ്റ് ഇസ് വി കോൾ ദം ആസ് എ പ്രൊജക്ട്സ് ആയിട്ട്. അപ്പോൾ അത് അങ്ങനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് രണ്ടായിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒരു ബെസ്റ്റ് കേസ് സ്റ്റഡി എന്നാണ് ഒരു കേസ് സ്റ്റഡി പറയുന്നത്? അയ്യോ, നമുക്ക് ഏറ്റവും പറയാൻ പറ്റില്ല, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളുടെ ആക്ച്വലി നിങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 40 കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8-10 കേസ് സ്റ്റഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇവിടുത്തെ ഏജൻസി ഒന്നും ചെയ്യാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ബ്രോഷറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആര് ചോദിച്ചാൽ ഞങ്ങളെ കേസ് സ്റ്റഡി അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 10, 20, 25, 10, 40 കേസ് സ്റ്റഡീസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു വീഡിയോ കേസ് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ നമുക്ക് 2-3 രീതിയിൽ ബ്രാൻഡ്സിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒന്ന് ആക്ച്വലി ലക്ഷ്യ നമ്മൾ പലപ്പോഴും ഒരു ഇൻഡസ്ട്രീനെ നമുക്ക് റെവല്യൂഷനൈസ് ചെയ്തൊരു കേസ് സ്റ്റഡിയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ലക്ഷ്യൻ്റെ ഓർവെൽ എന്ന് പറയുന്നത് ഭയങ്കര എൻ്റെ എന്താ പറയുക, വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. 2010-11 ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 13-14 മുതൽ ഞങ്ങൾ പേഴ്സണലി രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് വന്ന്, അല്ലെങ്കിൽ കാരണം ഇവിടെ സയൻസ് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനൊക്കെ +1 ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് 10th പഠിച്ചിട്ട് PVസിലാണ് ഞാൻ +1 +2 പഠിച്ചത്. അങ്ങോട്ടേക്ക് മാറാണ്ടായിരുന്ന ഒറ്റ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10th class പാസ്സായ സമയത്ത് കൊമേഴ്സിന് ആളെ കിട്ടാത്തതുകൊണ്ട്, അവിടെ ബാച്ച് ഇല്ലാത്തതുകൊണ്ട് കൊമേഴ്സ് PVസിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത ആളാണ്.
കാരണം കൊമേഴ്സ് Commerce എന്ന് പറഞ്ഞ ഒരു രണ്ടാം കട കടയായിരുന്നു. സാധനമായിട്ടാണ് Science ആൾക്കാർ കിട്ടാത്ത സയൻസ് ആൾക്കാർക്കുള്ള കിട്ടാത്ത option ആൾക്കാർ. കാരണം മാത്രം. ഒന്നുമില്ല, നമ്മൾ മാക്സിമം 33 10ാം ക്ലാസ്സിലെ മാർക്ക്. സയൻസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ തലയിലേക്ക് കയറൂല. അപ്പൊ ഇക്ക് കൊമേഴ്സ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ആ കൊമേഴ്സ് ആണ് ഇനി വരാൻ പോകുന്ന ലോകം എന്നുള്ള രീതിയിൽ കൊമേഴ്സ് ഇൻഡസ്ട്രീനെ റെവല്യൂഷനൈസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യത്തിന് മേജർ ഒരു 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 ചലഞ്ച്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ലക്ഷ്യ. അതിന്റെ കൂടെയാണ് നമ്മളിത് നിൽക്കുന്നത്, ഇതെന്താ പറയാ, നമ്മുടെ എക്സ്പ്രസോ നിൽക്കുന്നത്. അപ്പം വി പാർട്ട്നേർഡ് വിത്ത് ദേ വോണ്ട് ടു റെവല്യൂഷനൈസ് എൻ്റയർ കൊമേഴ്സ് ഇൻഡസ്ട്രി. അത് ലക്ഷ്യക്ക് ഗുണം കിട്ടുന്നതിൻ്റെ അപ്പുറം, കാരണം ഇതൊരു സത്യം പറഞ്ഞാൽ ദാറ്റ് വാസ് എന്താ പറയുക, കൊമേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. കൊമേഴ്സിൽ എത്ര അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കൊമേഴ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഈ സാധനമാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ലക്ഷ്യൻ്റെ കൂടെ നമ്മൾ ഇനീഷ്യലി അവരെടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നെ നമ്മൾ ഗോപ്സ് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡയറക്ടറും സ്ട്രാറ്റജിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് എന്നുള്ള ഐഡന്റിറ്റിയിൽ ലക്ഷ്യനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇനി കൊമേഴ്സാണ് വരാൻ പോകുന്ന ലോകം എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം ചെയ്യാം. അപ്പം അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ 21 വയസ്സ് ലൈഫ് സെറ്റ് എന്നുള്ളത് ഇപ്പോഴാണ് പറഞ്ഞത്. അതിൻ്റെ മുമ്പ് 21 വയസ്സ് 20 വയസ്സിലൊക്കെ സെറ്റിലായ കുറേ ആളുകളുടെ ക്യാമ്പയിൻസ് ഞാൻ പറഞ്ഞത്. അവിടെ CA റോഷൻ ഉണ്ട്, പിന്നെ CA അഭിജിത്ത് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു അഭിജിത്ത് എനിക്ക് തോന്നുന്നു 21 വയസ്സിലായി പിന്നെ CA പാസ്സായ, റോഷൻ 21-21 വയസ്സിലായി. അപ്പം ഒരു 4 വർഷം മുമ്പ്. അപ്പം അതിൻ്റെ അടുത്ത് ACCയിൽ എനിക്ക് തോന്നുന്നു സെന 19 ഇയേഴ്സിൽ പാസ് ചെയ്തിട്ട്. അപ്പം ഇവരൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ക്യാമ്പയിൻ ചെയ്തു. ഞാൻ സെന 21 വയസ്സിൽ ACC, അല്ലെങ്കിൽ ഞാൻ റോഷൻ 21 വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സാലറി വെക്കാൻ പറ്റുന്ന ആൾക്കാർ 10 ലക്ഷം 12 ലക്ഷം ഒക്കെ സാലറി ഹോർഡിങ്സിൽ കൊടുക്കും. ഇത് ഫസ്റ്റ് ആൾക്കാരെ 21 വയസ്സിൽ, കാരണം മറ്റടുത്ത് പഠിച്ച് തുടങ്ങുന്നുള്ളൂ. എൻട്രൻസിന്റെ മറ്റേ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് 2 വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിൽ ആയ ആൾക്കാർ. കാരണം ഇവർ ഇതേപോലെ സയൻസിലൊക്കെ ഉള്ള അടിപൊളി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ പറഞ്ഞ ചോയ്സ് ഓഫ് എ പേഴ്സൺ, ഏത് ഇതിലേക്ക് പോകണം അതിലേക്ക് പോകണം. ഇത് ആൾറെഡി പാരൻസിന്റെ മൈൻഡ് സെറ്റാണ് മാറ്റണം എന്നുള്ളത്, ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇങ്ങനെയും പോവാം, അല്ലെങ്കിൽ ഇങ്ങനെയും പഠിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് രക്ഷപ്പെടാം. ഈ ഒരു കോൺഫിഡൻസ് എൻ്റയർ കേരളത്തിൽ ആളുകളിലേക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം. അത് വാസ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്. ആ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ മോഹൻലാലിനെ കൊടുന്നു. മോഹൻലാൽ എല്ലാവർക്കും അറിയാലോ, ഒരു ഇനി കൊമേഴ്സാണ് ആ ലോകം എന്ന് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. അവിടുന്ന് ആ 2 വർഷത്തെ ജേർണി വാസ് സ്ട്രോങ്. സോ ലക്ഷ്യ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി, so from where we started and where we right now is like 10 to 15x in terms of turnover ഗ്രോ ചെയ്തിട്ടുണ്ട്. ഒരു ലക്ഷ്യ അടുത്തൊരു ലെവലിലേക്ക് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പോവാണ്. മേ ബി അറൗണ്ട് മേ ബി ഒന്നോ രണ്ടോ ചിലപ്പോൾ പോഡ്കാസ്റ്റ് ഇറങ്ങുമ്പോഴേക്ക് ചിലപ്പോൾ സോ അവർ ഭയങ്കര രസമായിട്ട് സ്കെയിൽ ചെയ്തു. കാരണം അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തു, നല്ലൊരു ക്വാളിറ്റി സ്റ്റാഫ്. സോ പക്ഷെ ഇത് പാരലലി നമ്മൾ പരസ്യം ചെയ്യുന്ന കൂടെ തന്നെ അവരും ഓപ്പറേഷണലി അലൈൻഡ് ആണ്. മാർക്കറ്റിങ്ങും ഓപ്പറേഷൻസും ഈ എല്ലാ അലൈൻമെന്റും ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു ബ്രാൻഡിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു ബ്രാൻഡിനെ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. സോ ലക്ഷ്യ വാസ് എ ബ്യൂട്ടിഫുൾ കേസ് സ്റ്റഡി വേർ ഒരു ഇൻഡസ്ട്രീനെ മൊത്തം നമ്മൾ റെവല്യൂഷനൈസ് ചെയ്ത് ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് മൊത്തം ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം 4-5 ലക്ഷം കുട്ടികളായിരിക്കും ഒരു വർഷം +2 പാസ് ചെയ്തിട്ട് ഇറങ്ങുക. ഈ 4 ലക്ഷം കുട്ടികളിൽ നിന്ന് ഇപ്പോൾ ലക്ഷ്യ എനിക്ക് മേ ബി അറൗണ്ട് ഒരു 32,000 to 40,000 കുട്ടികൾ മൊത്തത്തിൽ ലക്ഷ്യയിൽ ഇപ്പോൾ ഒരു ബാച്ചിൽ പഠിക്കുന്നുണ്ട്. ഒരു 10 to 15,000 കുട്ടികൾ ഓഫ്ലൈനിലും 10-25,000 കുട്ടികൾ ഓൺലൈനിലും ലക്ഷ്യയിൽ പഠിക്കുന്നുണ്ട്. അത് റെവല്യൂഷൻ. കാരണം കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ റെവല്യൂഷനൈസ് ചെയ്തോലെ. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് ഒരു 4 വർഷം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയെന്നുള്ളത്. കാരണം ആഫ്റ്റർ കൊറോണ അവർക്ക് ഭയങ്കര ഡിപ്പ് വന്ന് അവിടുന്ന് അങ്ങോട്ടാണ് അവരുടെ ഒരു 2019-21 ഓൺവേർഡ്സ് ആണ് അവരെ തിരിച്ചൊരു കംബാക്ക് എന്ന് പറയുന്നത്. ആ കംബാക്കിൽ വി വർ ദ പാർട്ട്ണർ ഇപ്പം ടിൽ ഡേറ്റ് വരെ. പ്രൗഡ് പാർട്ണർ ആയിട്ട്. Yeah, that was a beautiful case. So we have a lot of things to ask and I need to deep dive in your events experience. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. But the first episode will wind up here. We will continue the show.